Assalamualaikum and welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റി ഉള്ള ഒരു ഡിഷും ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒനിയൻ റൈസാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ നമ്മുടെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നെയ്യാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഫെനൽ സീഡ്സ്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പു, ഒരു 3 ഏലക്ക, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 4 വലിയ അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഞാനിതിലേക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു ചെറിയ സവാളയാണ്. ചെറിയ സവാള ആയതുകൊണ്ട് ഞാനൊരു 2 എണ്ണമാണ് ചേർത്ത് കൊടുത്തേക്കണത്. നിങ്ങളുടെ വലിയ സവാള ആണെങ്കിൽ 1 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിന് വാടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക. നന്നായിട്ട് വഴറ്റുക എന്ന് പറയുമ്പോൾ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ആ ഒരു പച്ച ഒരു ഇത് മാറിക്കിട്ടണം, എന്നാലോ കുറച്ചൊന്ന് വഴഞ്ചാൻ വേണം. അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക. ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് മടി പിടിച്ചിരിക്കണ ഒരു ദിവസമാണ്. കറിയും ചോറും ഒക്കെ കൂടി ഉണ്ടാക്കാനായിട്ട് ഭയങ്കരമായിട്ട് മടി പിടിച്ചിരിക്കണ ദിവസമാണെങ്കിൽ നമ്മൾ ഇതുണ്ടാക്കിയാൽ മതി. വേറെ ഒരു കറിയും വേണ്ട നമുക്കിത് കഴിക്കാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവ് അനുസരിച്ച് ചേർക്കുക. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണ്, ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയക്കാനൊക്കെ ആണെങ്കിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ കുറച്ചിട്ടാൽ മതി. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്തേക്കണത് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയാണ്. എന്നിട്ട് നന്നായിട്ട് ആ ഒരു റോ സ്മെല്ല് മാറണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യും. ഈ പൊടികൾ ഇടുന്ന സമയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞ് ആകെ ഒരു കയ്പ്പ് ടേസ്റ്റൊക്കെ ആവും. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടീസ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. വെള്ളം ചേർക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മസാല ഒന്ന് നന്നായിട്ട് ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഒരിക്കലും കൂടിപ്പോവാൻ പാടില്ല. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചോറാണ്. ഞാനിവിടെ 1 കപ്പ് ചോറാണ് എടുത്തേക്കണത്. ചോറെടുക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ സാധാ നോർമലായിട്ട് വീടുകളിൽ യൂസ് ചെയ്യുന്ന ചോറ് വേണമെങ്കിൽ അതെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് വേണമെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ വെക്കൂലേ, ജീരകശാല റൈസ്, അത് വേണമെങ്കിൽ അതെടുക്കുക. നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എന്ത് റൈസ് ആയിക്കോട്ടെ, നമ്മൾ ഈ ഒരു മസാലയിലിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വേറെ ഒരു കറിയും വേണ്ട. ഇപ്പം അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ജസ്റ്റ് ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു സാലഡ്, ഒരു പപ്പടം അത്രയൊക്കെ ഉണ്ടായാൽ തന്നെ നന്നായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പതുക്കെ മിക്സ് ചെയ്യുക. ആ അടിയിൽ കിടക്കണ ആ മസാലയൊക്കെ എല്ലാ റൈസിൻ്റെയും ഓരോ ഇതിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുക. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, ഞാനിവിടെ സാധാ നോർമൽ ചോറ് വയ്ക്കണ റൈസാണ് എടുത്തേക്കണത്. കണ്ടില്ലേ, ഇപ്പോൾ എല്ലാ ഭാഗത്തും ആ ഒരു മസാല, ഇപ്പോൾ ചോറിൻ്റെ എല്ലാ ഭാഗത്തും നല്ല മസാലയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു ടൈമിൽ ഞാനിവിടെ ചോറ് വേവിച്ചേക്കണത് ഉപ്പിടാണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉപ്പ് നല്ല കുറവായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്.
മല്ലിയില കുറച്ച് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതങ്ങോട്ട് സ്കിപ്പ് ചെയ്തേക്കാം. പക്ഷെ അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും മടി പിടിച്ച് ഇരിക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസിൽ കൂടെയൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ പോരെ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ ഫോണിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.